മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കാൻ വേണ്ടിയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ ആരൊക്കെയായിരിക്കും ഈ മന്ത്രിസഭയിൽ ഭാഗമാവുക എന്ന കാര്യത്തിലുള്ള സസ്പെൻസ് തുടരുകയാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട വാർത്താ മണിക്കൂറാണിത്. സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. രാഷ്ട്രപതി ഭവന് കൈമാറിയ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുന്ന സുരേഷ് ഗോപി 12:30 ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് തിരിക്കും. സുരേഷ് ഗോപിയുടെ ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിച്ചു നരേന്ദ്രമോദി. അതിനെ തുടർന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് ഉച്ചയ്ക്ക് 12:30 ഫ്ലൈറ്റിൽ പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 12:30 ഫ്ലൈറ്റിൽ താൻ ഡൽഹിയിലേക്ക് തിരിക്കുമെന്ന് സുരേഷ് ഗോപി 24നോട് പറഞ്ഞിരിക്കുന്നു. കുടുംബാംഗങ്ങൾ, അമ്മയും ഭാര്യയും സുരേഷ് ഗോപിയെ അനുഗമിക്കും. എം ജി പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദേശ്, ഇതുവരെ സസ്പെൻസ് നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. സുരേഷ് ഗോപിക്ക് 4 പ്രൊജക്ടുകൾ പൂർത്തിയാക്കാനുള്ളത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ നരേന്ദ്രമോദി നിയുക്ത പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തോട് മന്ത്രിസഭയുടെ ഭാഗമാകാൻ ക്ഷണിച്ചിരിക്കുന്നു എന്നാണോ സുരേഷ് ഗോപി നമ്മളെ അറിയിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻസ് നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. 12:30 ഡൽഹി ഫ്ലൈറ്റിലായിരിക്കും പോകുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സുരേഷ് ഗോപിക്കൊപ്പം അമ്മയും ഭാര്യയും ഒപ്പമുണ്ടായിരിക്കും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ നിലവിൽ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്ന ഒരു സൂചന കൂടി ഈ മണിക്കൂറിൽ ലഭിക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ കേന്ദ്രമന്ത്രിയാകുന്നതിന് ചില വിമുഖത സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഇത് BJP ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെത്തുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നോ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ തന്നെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആശങ്കകൾ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് നേരത്തെ കമ്മിറ്റ് ചെയ്ത പടങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. 4 സിനിമകൾ ഏറ്റെടുത്തിരുന്നു. ഇതിൽ 2 സിനിമകളുടെ ചിത്രീകരണം ഏറെക്കുറെ ആരംഭിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര മന്ത്രി സ്ഥാനത്ത് എത്തിയാൽ, അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു കേന്ദ്ര മന്ത്രി പദത്തിലെത്തിയാൽ പിന്നീട് ഈ സിനിമ പൂർത്തീകരിക്കുക വലിയ പ്രയാസകരമായ കാര്യമാണ്. അത് നിർമ്മാതാക്കൾക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നൊരു ആശങ്ക സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ച് ഡൽഹിയിലെത്താനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീടാണ്. ആദ്യഘട്ടത്തിൽ ഈ വാതിലുകളൊക്കെ തന്നെ അടച്ചിട്ട നിലയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷേ സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നുള്ള ഒരു സൂചനയാണ് ഈ ദൃശ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പോകേണ്ട വാഹനമടക്കം ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപിയും കുടുംബവും ഇവിടെ നിന്ന് പുറപ്പെടും. ഇനി 12:30 ഫ്ലൈറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഉള്ളത്. ഇതിൽ ഈ ഫ്ലൈറ്റിൽ തന്നെ പോകുമെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. എന്തായാലും വലിയ തരത്തിലൊരു ആകാംക്ഷ, വലിയ തരത്തിലുള്ള ഒരു സസ്പെൻസ്, സുരേഷ് ഗോപി ചിത്രങ്ങളിലെ സസ്പെൻസ് പോലെയുള്ള അത്തരത്തിലൊരു മണിക്കൂറുകളാണ് കടന്നുപോയത്. ഈ ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി പോകുമോ എന്ന കാര്യത്തിൽ പോലും വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം രാവിലെ 6:30 ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി തിരിക്കുമെന്നതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ആ വിമാനത്തിൽ സുരേഷ് ഗോപി പോയില്ല. പിന്നീട് 8:30 കണക്ഷൻ ഫ്ലൈറ്റിൽ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമെന്ന ഒരു സൂചന ലഭിച്ചിരുന്നുവെങ്കിലും ആ ഒരു പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു. പിന്നീടാണ് ഈ 12:30 വിമാനത്തിൽ സുരേഷ് ഗോപി പോകാനുള്ള ഒരു ആലോചന ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ BJP ദേശീയ നേതൃത്വം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുകയും സുരേഷ് ഗോപിയെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ ദേശീയ നേതൃത്വത്തിന് ഈ ഒരു നടപടി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം BJP ഒരു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ്. കാരണം ഈ തൃശൂരിലെ തിളക്കമാർന്ന ജയത്തിൽ BJPക്ക് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോടെയുള്ള മന്ത്രി പദം ഏകദേശം ഉറപ്പായിരുന്നു. രാഷ്ട്രപതിക്ക് സമർപ്പിച്ച പട്ടികയിലും സുരേഷ് ഗോപിയുടെ പേരുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ സുരേഷ് ഗോപി അറിയിച്ച ഒരു ആശങ്ക, ആ ഒരു വിമുഖത, അത് പൂർണ്ണമായും ദേശീയ നേതൃത്വം തള്ളിക്കളഞ്ഞ് ഈ ഡൽഹിയിലേക്ക് സുരേഷ് ഗോപിയെ വിളിപ്പിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് സുരേഷ് ഗോപിയും കുടുംബവും പുറപ്പെടും. അമ്മയും ഭാര്യയുമായിരിക്കും സുരേഷ് ഗോപിയുടെ ഒപ്പം ഉണ്ടാവുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഗോപി.
എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി ഈ വിവരങ്ങൾ നൽകുന്നത് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ ശാസ്താമംഗലത്തെ വീട്ടിന് മുന്നിൽ നിന്നാണ്. ഏറെ നേരമായി വളരെ ആകാംക്ഷയോടുകൂടി ക്യാമറ കണ്ണുകൾ ശാസ്താമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീടിന് നേരെ നിൽക്കുകയാണ്. കാരണം എപ്പോഴാണ് സുരേഷ് ഗോപി ഈ 12:30 ഫ്ലൈറ്റിൽ അദ്ദേഹം ഇറങ്ങുമോ, ഡൽഹിയിലേക്ക് തിരിക്കുമോ, കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്ന സാഹചര്യത്തിൽ അതിന് സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. അങ്ങനെ അത്തരം ഒരു ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പങ്കെടുക്കാൻ പോകുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാകാൻ പോകുന്നു. അതിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തോട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 4 സിനിമകൾ, പ്രൊജക്ടുകൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷമേ മന്ത്രിസഭയുടെ ഭാഗമാകൂ എന്നായിരുന്നു സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയത്തിനകം അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും. 12:30 ഫ്ലൈറ്റിനായിരിക്കും അദ്ദേഹം തിരിക്കുക. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അല്പസമയത്തിനകം ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.